കളിച്ചാൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ടീമിന് ഗുണമുണ്ടാകും. ഇതെപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു മാച്ച് എനിക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ട് കിട്ടി. എനിക്കത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ആ ഒരു കണ്ടീഷനിലോട്ട് എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിനെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു എന്റെ റോള്, അല്ലെങ്കിൽ ടീമിനോ അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള കാര്യം. കാരണം ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി എല്ലാ ആൾക്കാരും കുറേശ്ശെ കുറേശ്ശെ കളിച്ചു കഴിഞ്ഞാൽ ടീമിന് നല്ലൊരു സ്കോർ എത്താൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ആ മാച്ച് കളിച്ചു തുടങ്ങിയത്. അപ്പം വരുന്ന ബാറ്റ്സ്മാർക്ക് എല്ലാം ഒരു കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയിരുന്നുള്ളൂ. എല്ലാവരും കളിക്കാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ വലിയ സ്കോർ കണ്ടെത്താൻ സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 320 അടുപ്പിച്ചെന്തോ നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ള ആ മാച്ച് അതെ. ടോട്ടൽ അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ഒരു 100 കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 4-5 വിക്കറ്റ് പോയെന്ന് തോന്നുന്നു. പിന്നെ ഒരു 150 ഒക്കെ ആയപ്പോഴത്തേന് ഏകദേശം 7-8 വിക്കറ്റ് പോയി. പിന്നെ ആ സമയം എനിക്ക് പ്രശാന്ത് പരമേശ്വരൻ അത്യാവശ്യം അവസാന സമയം സപ്പോർട്ട് തന്നു. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 180 ഒക്കെ അടുപ്പിച്ച് ഞാൻ എത്തിയപ്പോഴത്തേന് പ്രശാന്ത് പരമേശ്വരൻ ഔട്ടായി. അത് കഴിഞ്ഞിട്ടാണ് സന്ദീപ് വാര്യർ വരുന്നത് ലാസ്റ്റ് മാനായിട്ട് വരുന്നത്. അപ്പം ഞാനും സന്ദീപോട്ട് അത്യാവശ്യം ഇങ്ങനെ കളി കൊണ്ടുപോവാണ്. കാരണം ഫസ്റ്റ് ഇന്നിങ്സ് ആണ്, നമുക്ക് മാക്സിമം റൺ സ്കോർ ചെയ്യണം. നമ്മള് പെട്ടെന്ന് തീർത്തിട്ടും കാര്യമില്ല. അപ്പം ഇങ്ങനെ സ്കോർ കൊണ്ടുപോയി നമ്മൾ ഏകദേശം ഒരു പാർട്ണർഷിപ്പ് ഇങ്ങനെ വന്നു തുടങ്ങി. സന്ദീപ് അത്യാവശ്യം കളിക്കും, 1-2 ബോളേ ഓവറിൽ കളിക്കത്തുള്ളൂ, പക്ഷെ അത് ഉക്കരനായിട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കളി കൊണ്ടുപോയിട്ട് അവസാനം എനിക്ക് തോന്നുന്നൊരു 193 ഒക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു ഞാനിങ്ങനെ സ്കോർ ബോർഡ് നോക്കുന്നുണ്ട്. പിന്നെ സ്കോർ ബോർഡ് വെച്ചില്ല. പക്ഷെ അപ്പോഴത്തേന് എനിക്ക് ഡ്രിങ്ക്സുമായിട്ട് വെളിയിൽ നിന്ന് വന്നപ്പോഴത്തേന് എനിക്കിങ്ങനെ കിട്ടി 7 റൺസ് എന്തോ വേണം സെഞ്ചുറി, ഡബിൾ സെഞ്ചുറിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ ഞാൻ ഇങ്ങനെ പോയിരുന്നു. കാരണം പറഞ്ഞ പോലെ കരിയറിലെ ഫസ്റ്റ് കിട്ടുന്നെങ്കിൽ ഫസ്റ്റ് ഡബിൾ സെഞ്ചുറിയാണ്. അപ്പൊ നോർമലി ഓട്ടോമാറ്റിക്കലി ടീമിനും ഗുണമാണ്, എന്റെ ഒരു സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ഒരു മൈൻഡോട് കൂടിയാണ് കളിച്ചു തുടങ്ങിയത്. വീണ്ടും പഴയതുപോലെ പോയി തുടങ്ങി. എല്ലാ ഓവറിലും ഇങ്ങനെ 1-2 ബോൾ കളിക്കും, ഇടയ്ക്ക് ബൗണ്ടറി കിട്ടും. അങ്ങനെ പോയിട്ട് എന്റെ കാൽക്കുലേഷൻ വന്നപ്പോഴത്തേന് 1 റൺ മതിയായിരുന്നു പിന്നെ എനിക്ക് ഡബിൾ സെഞ്ചുറി അടിക്കാൻ. എനിക്ക് 1 റൺ മാത്രം മതിയായിരുന്നു. അപ്പൊ ആ ഒരു മൈൻഡിൽ നിന്നപ്പോഴാണ് ആ ഒരു ഓവർ കളിക്കുന്നത്. അതിനു മുമ്പിട്ട് വരെ സന്ദീപ് ഉഗ്രനായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഞാൻ സന്ദീപ് കളിക്കുന്നതിൽ. അപ്പൊ അത് കഴിച്ച് ഞാൻ സാധാരണ 5ാമത്തെ ബോളൊക്കെ ആയിരിക്കും ചില സമയത്ത് സിംഗിൾസ് എടുക്കുന്നത്. കാരണം സന്ദീപിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഫീൽഡിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് അവര് നിർത്തിയിരുന്നത്. അപ്പൊ ഈ ഒരു ഓവറിൽ എനിക്ക് 4ാമത്തെ ബോൾ എന്തോ എനിക്കിങ്ങനെ സിംഗിൾ എടുക്കാൻ അവസരം വന്നു. അപ്പൊ ഞാൻ സന്ദീപ് ഉഗ്രനായിട്ട് കളിക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ട് സന്ദീപ് കളിച്ചോളും, എനിക്ക് 200 അടിക്കാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒന്നെടുത്തു. ചുരുക്കം പറഞ്ഞാൽ 2 ഓടാൻ പറ്റുന്ന ഒരു റണ്ണും ആയിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല, 1 റണ്ണ് മതിയല്ലോ എന്ന് കരുതി 1 റൺ എടുത്ത് അപ്പുറത്ത് നിന്നിടത്തിനാണ് തിരിച്ച് ഒരു റെസ്പോണ്ട് വന്നില്ല പവലിയിൽ നിന്ന്. പവലിൽ നിന്ന് ഇപ്പൊ നോർമലി നമ്മളിപ്പോ ഡബിൾ സെഞ്ചുറി അടിക്കുമ്പോൾ ഒരു ക്ലാപ്പ് പൊതുവെ ഉണ്ടാവുമല്ലോ, പക്ഷെ ആ ഒരു ക്ലാപ്പ് പുറത്തൊന്നും വന്നില്ല. അപ്പോഴെനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അങ്ങനെ നിന്ന് എനിക്ക് തോന്നുന്നു 5ാമത്തെ ബോളോ 6ാമത്തെ ബോളോ സന്ദീപ് വാര്യർ കോട്ട് ബിഹേലായി. പക്ഷേ സന്ദീപ് വാര്യർ സത്യം പറഞ്ഞാൽ ഞാൻ നോൺ സ്ട്രൈക്ക് നിന്നാണ്. ഒരു സൗണ്ട് കേട്ടെന്ന് അമ്പയർ പറയുന്നു, പക്ഷെ അങ്ങനെ ഭയങ്കരമായ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അതില്ലായിരുന്നു. പക്ഷേ അമ്പയറിംഗ് ആണ്, അവർക്ക് ജസ്റ്റ് ആ ഒരു സെക്കൻഡ് പോലും ഇല്ല അവർക്ക് റിയാക്ട് ചെയ്യാൻ. അപ്പൊ അവർക്ക് എന്താണ് തോന്നിയത് അവര് അത് കറക്റ്റ് ആയിട്ട് വിളിച്ചു. പക്ഷെ എന്റെയും സന്ദീപിന്റെയും മൈൻഡിൽ അതൊരു ഔട്ട് അല്ലായിരുന്നു, ഒരു ഫീലാണ് കിടന്നത്. അപ്പോഴത്തേന് സന്ദീപിന് ഭയങ്കര വിഷമം. സന്ദീപ് ഇങ്ങനെ ചേട്ടാ എന്നാലും പറ്റിയില്ലല്ലോ. കാരണം ഞാൻ സന്ദീപ് റൂംമേറ്റും ആണ് അപ്പം ആ സീസൺ. അപ്പൊ അങ്ങനെ സന്ദീപിന് ഭയങ്കര വിഷമം. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് വിഷമം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അടിക്കാത്തതിൽ ഒരു വിഷമം നമുക്ക് ഉണ്ടാകും. അപ്പൊ തിരിച്ച് ഇറങ്ങി വന്നിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ഞാൻ 7 റണ്ണ് വേണ്ടുന്ന സമയത്തുള്ള ഇത് 1 റണ്ണ് അറിയാതെ ഒരു ലെഗ് ബൈ എന്തോ എന്റെ സ്കോറിലോട്ട് എന്തോ ആഡായി കിടക്കുവാണ് അറിയാതെ. എന്തോ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ അവരെനിക്ക് തോന്നുന്നു ആ സമയം അത് റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മാറി വന്നു എന്നൊക്കെ നോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം സ്കോറേഴ്സ്. പക്ഷെ അത് മാറിപ്പോയത് കൊണ്ടാണ് ഒരു കാൽക്കുലേഷൻ എനിക്ക് ചെറുതായിട്ടൊന്ന് തെറ്റുന്നതും. അങ്ങനെ 200 മിസ്സായതാണ്. മിസ്സായാല് വിഷമം ഇല്ലാന്ന് ആ സമയത്തില്ല, വിഷമം നോർമലി ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴും ഇപ്പൊ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ സുരേഷ് ചേട്ടൻ ഇപ്പൊ 199 നോട്ട് ഔട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നെങ്കിൽ ഈ ആ സമയത്ത് ഞാൻ അടിക്കാതിരുന്നത് കൊണ്ടാണ്, അല്ലേ അല്ലെങ്കിൽ അതുകൊണ്ട് ആ ഒരു ഇന്നിങ്സിന് അതിലൊരു മേന്മ കാണുന്നു. പിന്നെ അടുത്ത മാച്ച് തൊട്ട് എന്റെ ആഗ്രഹം വീണ്ടും ഡബിൾ സെഞ്ചുറി അടിക്കാനുള്ള ആഗ്രഹം വീണ്ടും ഉണ്ടാവുകയും ചെയ്യും, അല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പോസിറ്റീവ്സുമായിട്ട് ആ ഇന്നിങ്സിനെ എടുത്തു. അതിപ്പോഴും ഓർമ്മകൾ, ഇപ്പോഴും ഇത് ചോദിക്കാനുള്ളത് ആ ഒരു 199 നോട്ട് ഔട്ട് ആയതുകൊണ്ടാണെന്ന് ഉള്ളത്, അതുള്ള സന്തോഷം.
അത് ഞാൻ ഈ കാര്യം നമ്മൾ എഴുതുന്ന സമയത്ത് നന്ദനുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞങ്ങൾ കണ്ടെത്തിയ ചില കാഴ്ചപ്പാടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടിയതിനേക്കാൾ കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പലരും ഓർമ്മയിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ജിം ലേക്കർ എന്ന് പറഞ്ഞ ബൗളർ ഒരു ടെസ്റ്റിൽ 19 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഒരു വിക്കറ്റ് ടോണി ലോക്കാണ് നേടിയത്. ആ ടോണി ലോക്ക് ഒന്ന് നേടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും 20 വിക്കറ്റും നേടിയ ആളെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തകർക്കാൻ പറ്റാത്ത റെക്കോർഡായിട്ട് ജിം ലേക്കർ അവിടെ നിന്നിരുന്നു. അതേപോലെ ഡോൺ ബ്രാഡ്മാൻ, അദ്ദേഹം പോലും അറിയില്ല, അല്ലെങ്കിൽ ബൗൾ ചെയ്ത ആൾക്ക് പോലും എങ്ങനെയാണ് ആ വിക്കറ്റ് കിട്ടിയെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം ലാസ്റ്റ് ഇന്നിങ്സിൽ ഡെക്കിന് പുറത്തായപ്പോ, ക്ലീൻ ബൗൾഡ് ആയിട്ട് പുറത്തായപ്പോ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് കരിയർ ആവറേജ് 99.94 എന്ന നിലയിലാണ്. ഒരിക്കലും അദ്ദേഹത്തിന് 100 എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് റേഞ്ചിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന മുഹമ്മദ് അസറുദ്ദീൻ 199 രവി രത്നായകയുടെ ബോളില് ശ്രീലങ്കയ്ക്കെതിരെ LBW ചെയ്തത്. അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും 200 എന്നൊരു ഫിഗർ ടച്ച് ചെയ്യാൻ കഴിയും. അതേപോലെ ന്യൂസിലാൻഡിനെ അവരുടെ നവോത്ഥാന കാലത്തേക്ക് നയിച്ച മാർട്ടിൻ ക്രോ എന്ന് പറഞ്ഞ അവരുടെ അതികായനായ ക്യാപ്റ്റൻ 299 നോട്ട് ഔട്ടിലാണ് ഒരു ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. ഒരിക്കലും അദ്ദേഹത്തിന് 300 ടച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ജഗ്ഗുബായുടെ ഈ 199 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വന്നത് ഈ വക കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ 2-3 ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കാരണം ഇവിടെ ഇപ്പോ അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് BCCI അമ്പയർ ആണ് അഭിലാഷ്. അദ്ദേഹം ഇപ്പൊ ഗൾഫിൽ സെറ്റിൽഡ് ആണ്. ഒരു ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ടീമിലേക്ക് കയറും എന്ന് തോന്നിയ അവസരങ്ങളിൽ അതിന് ചാൻസ് ആയിട്ട് കണ്ടത് വെസ്റ്റ് ഇൻഡീസിനും ന്യൂസിലാൻഡിനും എതിരായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നോ അതോ ഡൊമസ്റ്റിക് പെർഫോമൻസുകളായിരുന്നോ ഇന്ത്യൻ ടീമിലേക്ക് കയറും എന്നുള്ള ഒരു വഴിയായിട്ട് തോന്നിയിരുന്ന ആ കാലത്ത്? ഇല്ല, ആ കാലത്ത് നമ്മള് ഇതുപോലുള്ള IPL മാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയങ്ങളായിരുന്നു കൂടുതൽ. അങ്ങനെ ഒരു ഇപ്പൊ നമുക്ക് കൂടുതൽ എൻട്രി IPL വഴി നമുക്ക് ഇന്ത്യ കിട്ടാറുണ്ട്. എപ്പോഴും ഒരു ടെസ്റ്റോ കാര്യങ്ങളോ നമുക്ക് കളിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഡൊമസ്റ്റിക് രഞ്ജി ട്രോഫി പെർഫോം ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ആ സമയത്തൊക്കെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജി ട്രോഫി തന്നെയാണ് അടുത്ത ലെവലിലോട്ടൊക്കെ ഉള്ള പെർഫോമൻസ്. പക്ഷെ രഞ്ജി ട്രോഫി കളിച്ചു കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ദിലീപ് ട്രോഫിയോ അല്ലെങ്കിൽ അടുത്ത ഇന്ത്യയോ കാര്യങ്ങളോ ഒക്കെ പോകുന്നത്. അതാണ് മെയിൻ ക്രൈറ്റീരിയ. ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു ദിലീപ് ട്രോഫി ആവാം, ദിയോദർ ട്രോഫി ആവാം, ഇതേപോലെ ഇന്ത്യ A ടൂർ ആവാം. അതാണ് മെയിൻ ക്രൈറ്റീരിയ ഇന്ത്യ A ടീമിലേക്ക്. അപ്പം ഈ സമയങ്ങളിലും എന്റെ ഒരു അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചത് ഒരു വളരെയധികം ചാൻസ് എനിക്കും ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എക്സ്ട്രാ ഓർഡിനായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങൾ എനിക്കും അറിവുണ്ടായിരുന്നു. കാരണം ഇന്ത്യ ആ സമയത്ത് ഓപ്പറേഴ്സിനെയൊക്കെ ഇപ്പം ഗംഭീറും സേവാഗും ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ അവരുടെയൊക്കെ എനിക്കൊന്നൊരു അവസാന സമയമാണ്. അവസാനമൊക്കെ ഒരു സമയമാകുമ്പോഴത്തേനാണ് ഈ ഒരു ടൂറോ കാര്യങ്ങളോ ഒക്കെ വരുന്നത്. കാരണം അടുത്ത യങ്സ്റ്റേഴ്സിനെയൊക്കെ നോക്കുന്ന സമയങ്ങളാണ്. സംഭവം ശിഖർ ധവാനും MVJ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആരും ഒരു എക്സ്ട്രാ സംഭവം ആയിട്ടൊന്നുമില്ല. അപ്പം ആ ഒരു സമയങ്ങളിലൊക്കെയാണ്. അപ്പൊ എനിക്കൊരു ചാൻസ് വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അടിച്ച ഒരു ഇപ്പൊ ന്യൂസിലാൻഡ് ഒരു 91 സ്കോർ ചെയ്തു, വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഒരു 86 സ്കോർ ചെയ്തു. ഇതൊക്കെ ഒരു വലിയ സ്കോർ ആയിരുന്നെങ്കിൽ നമുക്കിപ്പോ അതേ പറയാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലില് വീണ്ടും എത്തിയതിനെന്ന് പല ആൾക്കാരും പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ആലോചിക്കുമ്പോഴും ഒക്കെ തോന്നാറുണ്ട്. പക്ഷെ പറയുന്ന പോലെ നമുക്ക് എന്താണ് കിട്ടിയതെല്ലാം സന്തോഷം കൊണ്ട് നമ്മൾ നിൽക്കണം. എന്നാലേ നമുക്ക് മുന്നോട്ട് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊന്നും പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം അതുവരെ എത്തിയതിൽ വളരെയധികം സന്തോഷം. പക്ഷെ എപ്പോഴും ചോദിച്ച പോലെ ക്രൈറ്റീരിയ ഡൊമസ്റ്റിക് പെർഫോമൻസ് തന്നെയാണ്. നമ്മൾ പറയുന്ന പോലെ ഒരു ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ക്രിക്കറ്റിന്റെ ഒരു തന്നെ പ്യൂറസ്റ്റ് ഫോമാണ്. വേറെ എല്ലാ ഗെയിമും ഉണ്ടെങ്കിലും നമുക്ക് ഒരു ചാൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക്കിന് നമ്മുടെ പെർഫോമൻസ് ഇപ്പം IPL ഇപ്പം എന്തൊക്കെ പെർഫോം ചെയ്താലും നമുക്ക് വൺ ഡേ T20 അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ രഞ്ജി ടെസ്റ്റ് എന്നൊരു ഫോർമാറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഡൊമസ്റ്റിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എനിക്ക് ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോ ഈ ഇന്ത്യ A കളിച്ചിട്ട് നെക്സ്റ്റ് സീസൺ എനിക്ക് ദിലീപ് ട്രോഫി ചാൻസ് കിട്ടിയതാണ് കളിക്കാൻ. ദിലീപ് ട്രോഫി ഫൈനലിൽ ഞാൻ എത്തിയുണ്ടായി ഫിറോസ് ഷാ കോളിലെ ഡൽഹിയിൽ വെച്ചിട്ട്. അപ്പം ഫൈനലില്
കളിച്ചു. ഫൈനലില് ഓപ്പണർ ഞാന്, അഭിനവ് മുകുന്ദ്, KL രാഹുൽ 3 പേരായിരുന്നു